വീഡിയോ നമ്മൾ പഠിച്ചിരുന്നു ട്രങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ഒക്കെ പഠിച്ചിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പർ ലിംസുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ടേംസ് നോക്കാം. ഓക്കെ, ടേംസ് യൂസ്ഡ് ഇൻ റിലേഷൻ ടു അപ്പർ ലിംബ്. ഒന്നാമത്തത് വരുന്നത് വെൻട്രൽ ഓർ ആൻറ്റീരിയർ ഈസ് ദ ഫ്രണ്ട് ആസ്പെക്ട്സ്. അപ്പർ ലിംബ് എടുക്കുകയാണ്, ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ എന്ത് ചെയ്യും പറയുന്നത് വെൻട്രൽ അല്ലെങ്കിൽ ആൻറ്റീരിയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ എന്ത് പറയുന്നു? വെൻട്രലിന് ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? ഡോർസൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ എന്ന് പറയുന്നു. ഓക്കെ, ആ രണ്ട് പോയിൻറ്റ്സും കണക്റ്റ് ആയാലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത് മീഡിയൽ ബോർഡറാണ് പഠിക്കാൻ പോകുന്നത്. മീഡിയൽ ബോർഡർ ലൈസ് അലോങ് ദ ലിറ്റിൽ ഫിംഗർ, മീഡിയൽ ബോർഡർ ഓഫ് ഫോർ ആം ആൻഡ് ആം. എന്താണ് പറയുന്നത്? മീഡിയൽ ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു വിരലുണ്ടല്ലോ, ഈ കുഞ്ഞു വിരലും ഫോർ ആം വരുന്നതും ആംസ് വരുന്ന റീജിയൻ്റെ ഈ ഒരു ഭാഗത്തിന് എന്ത് ചെയ്യുന്നു പറയുന്നത് മീഡിയൽ ബോർഡർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലാറ്ററൽ ബോർഡർ എന്ന് വരുന്നത്. ലാറ്ററൽ ബോർഡർ ഫോളോവേഴ്സ് ദ തം, ലാറ്ററൽ ബോർഡർ ഓഫ് ഫോർ ആം ആൻഡ് ആംസ്. എന്തൊക്കെയാണ് ഇതിന് നേരെ ഓപ്പോസിറ്റാ? നമ്മുടെ ഈ ഒരു പോർഷൻ, തമ്പ് വരുന്ന ഭാഗവും ഫോർ ആം വരുന്ന ഭാഗവും ആംസ് വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു ലാറ്ററൽ ബോർഡർ എന്ന് പറയുന്നു. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് ക്ലിയർ ആയാലോ? പിന്നെ പറഞ്ഞു പ്രോക്സിമൽ ആലേക്കാം മുകളിൽ. Proximal is close to root of limb while distal is away from the root. ഇവിടെ 2 പോയിന്റ് പഠിക്കുന്നുണ്ട്. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ലിംബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന് എന്ത് ചെയ്യുന്നു പ്രോക്സിമൽ എന്ന് പറയുന്നത്. അപ്പം ഡിസ്റ്റൽ എന്ത് ചെയ്യുന്നു? പ്രോക്സിമലുമായിട്ട് ദൂരെ പോകുന്ന ആളാണ് ഡിസ്റ്റൽ, ഈ ഒരു പോർഷൻ. അപ്പം ഇതാണ് ഡിസ്റ്റൽ. അത് ക്ലിയർ ആയല്ലോ? അടുത്തത് പോകുന്നത് പാൾമർ ആസ്പെക്ട് ഈസ് ദ ഫ്രണ്ട് ഓഫ് ദ പാം. പാൾമർ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ പാമിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു പാൾമർ എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഡോർസൽ ആസ്പെക്ട്സ് ഓഫ് ഹാൻഡ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ പാം. നമ്മുടെ പാം റീജിയന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം ഡോർസൽ എന്ന് പറയാം. മുൻവശത്തിന് എന്ത് ചെയ്യുന്നു പാൾമർ എന്ന് പറയുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്താണ് ഫ്ലെക്സർ ആസ്പെക്ട് ഈസ് ദ ഫ്രണ്ട് ഓഫ് അപ്പർ ലിംബ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് എന്താണ്? എക്സ്റ്റെൻസർ ആസ്പെക്ട്സ് ഈസ് ദ ബാക്ക് ഓഫ് ദ അപ്പർ ലിംബ്. എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക ബാക്ക്. ഫ്ലെക്സർ എന്ന് പറയുന്നത് ഫ്രണ്ട്. ഫ്ലെക്സർ എന്ന് പറയുന്നത് അപ്പർ ലിംബിനെ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഈ പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം ഫ്ലെക്സർ എന്ന് പറയുന്നു. അതേപോലെ അപ്പർ ലിംബിൻ്റെ ബാക്കായിട്ട് ഫേസ് നിൽക്കുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയാം എക്സ്റ്റെൻസർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചു വെൻട്രൽ അല്ലെങ്കിൽ ആൻറ്റീരിയർ, അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു ഡോർസൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ. പിന്നെ പറഞ്ഞു മീഡിയൽ, അതിന് ഓപ്പോസിറ്റ് ലാറ്ററൽ പോർഷൻ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു പ്രോക്സിമൽ, അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു ഡിസ്റ്റൽ. പിന്നെ നമ്മൾ പഠിച്ചത് പാൾമർ എന്ത് ചെയ്യുന്നു പാം ഏരിയയുടെ ഫ്രണ്ട് റീജിയൻ നമ്മൾ എന്ത് ചെയ്യും പാൾമർ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഡോർസൽ എന്തായിരുന്നു പാം റീജിയൻ്റെ ബാക്ക് ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും ഡോർസൽ എന്നും. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ഫ്ലെക്സർ എന്തായിരുന്നു അപ്പർ ലിംബിൻ്റെ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്തു ഫ്ലെക്സർ എന്നും. പിന്നെ പറഞ്ഞു എക്സ്റ്റെൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ തമ്പ് വരുന്ന ഈ ഭാഗമല്ലേ, അപ്പം ഈ അപ്പർ ലിംബിൻ്റെ ബാക്ക് ഈ പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം എക്സ്റ്റെൻസർ എന്ന് പറയും. അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിലോട്ട് വരാം. ഓക്കെ, ബൈ.